നമസ്കാരം, പ്രവാസി മലയാളിക്ക് ഏവർക്കും സ്വാഗതം. ലോകത്ത് സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടാതെയും പോകുന്നതാണ് ഏറ്റവും വലിയ ദാരുണമായ അവസ്ഥ എന്നത്. മനസ്സിന് സ്നേഹവും സംരക്ഷണവും കൂടുതലായി കിട്ടുന്നത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ്. പ്രത്യേകിച്ച് അച്ഛൻ്റെ കരുതലും സ്നേഹവും ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിനൊരു മധുരം പോലും ഉണ്ടാകില്ല. അച്ഛനില്ലാത്ത അവസ്ഥ ഏതൊരു കുട്ടിക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. എന്നാൽ പക്വത പോലുമില്ലാത്ത ഒരു കുഞ്ഞിന്റെ കുറിപ്പ് വൈറലാകുകയാണ്. ക്രിസ്മസ് അടുത്തതോടുകൂടി സാന്റാക്ലോസിന് എഴുതിയ ഒരു കത്താണ് കണ്ണീരോടുകൂടി ലോകം കേട്ടറിഞ്ഞത്. കുറച്ച് ചാപ്റ്റർ ബുക്ക്, ഒരു നിഘണ്ടു, ഒരു കോമ്പസ്, ഒരു വാച്ച്, പിന്നെ ഒരു വളരെ 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 നല്ല അച്ഛനെയും വേണം. സാന്റായ്ക്ക് കുറിപ്പുമായി ആ 7 വയസ്സുകാരൻ എത്തുമ്പോൾ അവനെ സഹായിക്കാൻ ഒത്തിരിയേറെ പേർ രംഗത്തെത്തുകയാണ്. വാർത്തയിലേക്ക്. ഒരു 7 വയസ്സുകാരൻ സാന്റായ്ക്ക് എഴുതിയ കത്ത് നിരവധി പേരുടെ കണ്ണ് നനയിക്കുകയുണ്ടായി. ടാരന്റ് കൗണ്ടിയിലെ ഒരു അഭയകേന്ദ്രത്തിൽ നിന്നാണ് കുട്ടി കത്തെഴുതിയിരിക്കുന്നത്. അവർ തന്നെയാണ് അത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നതും. ഈ പങ്കുവച്ച കത്ത് ഒത്തിരിയേറെ വൈറലാവുകയുണ്ടായി. ഗാർഹിക പീഡനത്തെ തുടർന്ന് ദുരിതം സഹിക്കേണ്ടി വരുന്ന അമ്മയെയും കുഞ്ഞുങ്ങളെയും പാർപ്പിക്കുന്ന സേഫ് ഹെവൻ ഓഫ് ടാരന്റ് കൺട്രി അഭയകേന്ദ്രത്തിലെ അന്തേവാസിയാണ് ഈ 7 വയസ്സുകാരൻ. ബ്ലേക്ക് നമ്മുടെ ഒരു അഭയകേന്ദ്രത്തിലെ 7 വയസ്സുകാരനാണ്. കുറച്ചാഴ്ചകൾക്ക് മുമ്പ് അവൻ്റെ അമ്മയാണ് അവൻ്റെ ബാക്ക് പാക്കിൽ നിന്നും സാന്തായ്ക്ക് അവൻ എഴുതിയ ഈ കത്ത് കണ്ടെത്തിയതെന്ന് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ചിത്രത്തിലെ അടിക്കുറിപ്പുമായി നൽകിയിട്ടുണ്ട്. അങ്ങനെ സാന്തായെ അഭിസംബോധന ചെയ്തെഴുതിയ കത്തിൽ അച്ഛൻ ഒരു ഭ്രാന്തനെ പോലെ ആയിരുന്നുവെന്ന് എഴുതിയിട്ടുണ്ട്. അവർക്കെപ്പോഴും അയാളെ പേടിയായിരുന്നു. അങ്ങനെ പേടിച്ചാണ് അവർ കഴിഞ്ഞിരുന്നത്. ഒരു ദിവസം അവൻ്റെ അമ്മയാണ് അവനെ അച്ഛനെ ഭയക്കേണ്ടതില്ലാത്ത ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. ആ സുരക്ഷിത സ്ഥാനത്ത് അച്ഛനെ ഭയക്കാതെ കഴിയാമായിരുന്നുവെന്നും അവൻ എഴുതിയിരുന്നു. അവനെ എപ്പോഴും ഭയപ്പെടുത്തിയിരുന്ന ആ കാലമെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണെന്നും ബ്ലേക്ക് എഴുതുന്നുണ്ട്. അവസാനം ക്രിസ്മസിന് അവൻ എന്തൊക്കെയാണ് വേണ്ടതെന്നും അവൻ എഴുതി ചേർക്കുന്നുണ്ട്. കുറച്ച് ചാപ്റ്റർ ബുക്ക്, ഒരു നിഘണ്ടു, ഒരു കോമ്പസ്, ഒരു വാച്ച്, പിന്നെ ഒരു വളരെ 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 നല്ല അച്ഛനെയും വേണം എന്നാണ് അവൻ എഴുതിയിരിക്കുന്നത്. കത്ത് പോസ്റ്റ് ചെയ്തതോടെ വികാരഭരിതമായ നിരവധി പ്രതികരണങ്ങളാണ് ലഭിച്ചു തുടങ്ങിയത്. പലരും ബ്ലേക്ക് ആവശ്യപ്പെട്ടിരുന്ന സമ്മാനങ്ങൾ എത്തിക്കാമെന്ന് കമന്റ് ചെയ്തു. ചിലരാകട്ടെ ആ അഭയകേന്ദ്രത്തിൽ കഴിയുന്ന മറ്റു കുട്ടികൾക്ക് കൂടിയുള്ള സമ്മാനങ്ങൾ എത്തിക്കാമെന്നും കമന്റ് ചെയ്തിരുന്നു. എനിക്ക് ബ്ലേക്കിനെ സഹായിക്കണം. അവിടെ നിങ്ങളുടെ അഭയകേന്ദ്രത്തിൽ നിലവിൽ എത്ര കുട്ടികളുണ്ട്? ഇപ്പോൾ എനിക്ക് അവിടെയുള്ള എല്ലാ കുട്ടികളെയും സഹായിക്കണമെന്നുണ്ട് എന്നാണ് ഒരാൾ എഴുതിയിരുന്നത്. ഞാനൊരു സംഭാവന അയച്ചിട്ടുണ്ട്. ബ്ലേക്കിനും അവൻ്റെ അമ്മയ്ക്കും നല്ലൊരു ക്രിസ്മസ് ആയിരിക്കട്ടെ എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. തങ്ങളെ പിന്തുണയ്ക്കുന്നവർ നേരത്തെ ഈ കത്തിനെ കുറിച്ച് അറിഞ്ഞിരുന്നുവെന്നും ഇതേ തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് ഉണ്ടായതെന്നും പലരും സഹായിക്കാൻ മുന്നോട്ട് വരുന്നുവെന്നും അഭയകേന്ദ്രത്തിന്റെ നടത്തിപ്പുകാർ പറയുന്നു. ഏതായാലും അച്ഛൻ്റെ ഉപദ്രവം സഹിക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുടെയും ഭർത്താക്കന്മാരുടെയും ഉപദ്രവം സഹിക്കേണ്ടി വരുന്ന ഭാര്യമാരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാണ് കുഞ്ഞു ബ്ലേക്കിന്റെ ഈ കുഞ്ഞു കത്ത്. ഒപ്പം ക്രിസ്മസ് കാലത്ത് ആരോരുമില്ലാത്തവരും ദുരിതം അനുഭവിക്കുന്നവരെയും അകമഴിഞ്ഞ് സഹായിക്കാനെത്തുന്ന സാന്റാക്ലോസ് അപ്പൂപ്പൻ ഈ കത്ത് കാണട്ടെ എന്നും ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഒപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, ഇതുപോലെ ഒത്തിരിയേറെ പേർ നമുക്ക് ചുറ്റുമുണ്ട്. ഒരിക്കലും ഉറങ്ങുന്നത് കുഴപ്പമല്ല, പക്ഷെ ഉറക്കം നടിക്കരുത്. ആർക്കു മുമ്പിലും മുട്ടുന്ന വാതിൽ തുറക്കാതെ ഇരിക്കരുത്. ഈ ക്രിസ്മസ് കാലം മറ്റുള്ളവരെ ഇതുപോലെ സഹായിക്കേണ്ട ഒരു കാലമായി കണ്ടുകൊണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.